ഹലോ, ഇന്ന് അയലമീൻ വെച്ചിട്ടൊരു റെസിപ്പിയാണ്. അയലമീൻ മുളകിട്ടതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ്. മെയിനായിട്ട് വേണ്ടത് അയലമീൻ തന്നെയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമാണ്, ഒരു തക്കാളിക്ക് ആവശ്യമാണ്. കൂടാതെ ഇതിലേക്ക് മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിക്ക് ചേർത്ത് വഴറ്റാം. തക്കാളിക്ക് നല്ലപോലെ വഴണ്ട് വരട്ടെ. തക്കാളിക്കയും ഇവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വരട്ടെ. കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി അരച്ചത് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അരച്ചത് കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. വെള്ളമെല്ലാം പറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വെന്ത് വരട്ടെ. ഉപ്പും പുളിയും എല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. പുളി അധികം വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇത് തക്കാളിക്ക് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ നല്ല പുളിയുണ്ട്. നല്ല പഴുത്ത തക്കാളിക്കായിരുന്നു. അപ്പോൾ ഞാൻ പുളി ചേർക്കുന്നില്ല. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. വെന്ത് വരട്ടെ. അയലമീൻ മുളകിട്ടത് ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇതിനെ വാങ്ങാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.